ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അട്ടപ്പാടി താവളം സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സജ്ജമാക്കുന്ന മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മുറുമുറുപ്പിൽ പെടരുത് എന്നതിനെക്കുറിച്ചാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവിൻ്റെ പ്രത്യേക കരുണ കൊണ്ട് ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ നമുക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഹൃദയം തുറന്ന ദൈവമക്കളിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി എഴുതി അറിയിക്കുന്ന പ്രകാരമാണ്. എൻ്റെ പേര് വിൻസി. ഞങ്ങൾ ഇംഗ്ലണ്ടിലുള്ള ബ്രിസ്റ്റോൾ എന്ന പ്രദേശത്താണ് ജോലി ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. എനിക്ക് 4 പ്രാവശ്യം മിസ് കാരേജ് ആവുകയും 5-ാമത് ഒരു കുട്ടി ഉദരത്തിൽ വന്ന് 8-ാമത്തെ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് മിസ് കാരേജായി മരിച്ചു പോവുകയും ചെയ്തു. 6-ാമത് എനിക്കൊരു കുട്ടിയുണ്ടായി. അത് എക്ടോപിക് പ്രഗ്നൻസി ആയി, അതും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ വലിയ സങ്കടത്തിലിരിക്കുമ്പോഴാണ് ബ്രിസ്റ്റോൾ എന്ന ഇടവകയിൽ വട്ടായിലച്ഛനും ടീമും ധ്യാനിപ്പിക്കാൻ വേണ്ടി വന്നത്. ദൈവകൃപയാൽ അച്ഛനെ കണ്ടുമുട്ടാൻ അവസരം ലഭിച്ചു. ഈ അവസ്ഥയും വേദനയെല്ലാം അച്ഛനോട് ഞങ്ങൾ പങ്കുവെച്ചു. അപ്പോൾ അച്ഛൻ ഞങ്ങളെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി സാക്ഷ്യപ്പെടുത്തണമെന്ന്. ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ വർഷം ഞങ്ങൾ ഗർഭിണിയായി. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു കുഴപ്പമില്ലാതെ ഒരാൺകുട്ടിയെ ഞങ്ങൾക്ക് ലഭിച്ചു. കർത്താവിന് ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം വീണ്ടും പലതവണ പ്രഗ്നൻ്റ് ആകാൻ ഇട വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ സമയത്തും മിസ്കാരേജായി പോയിക്കൊണ്ടിരുന്നു. ഈ ഒരു കുട്ടി മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ദൈവത്തിൻ്റെ അത്ഭുതം കൊണ്ടാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ്. ആ കുട്ടിയുടെ പേര് എമ്മാനുവേൽ എന്നാണ്. എമ്മാനുവേൽ ദൈവത്തിൻ്റെ അത്ഭുതം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ച കുട്ടിയാണെന്ന് ഞങ്ങൾ സകല മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി. ഓരോ തവണ കുഞ്ഞുണ്ടാകുമ്പോൾ മിസ്കാരേജായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ദേശത്ത് ദൈവവേല നടന്നത്. ആ ദൈവവേലയിൽ പങ്കെടുക്കാൻ ഇവർ വന്നു. അവരുടെ സങ്കടം മുഴുവൻ ദൈവരാജ്യ വേലയ്ക്ക് വന്ന ആ ദൈവദാസനോട് പറഞ്ഞു. അപ്പോൾ ദൈവദാസൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇതാ ഈ പ്രാവശ്യം നിങ്ങൾക്ക് കുട്ടിയെ കിട്ടും. ആ ഒരു തവണ കുട്ടിയെ കിട്ടി. ബാക്കി പിന്നീടും പലതവണ ഗർഭിണിയായെങ്കിലും കുഞ്ഞിനെ ലഭിക്കാൻ ഇട വന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദാസന്മാരിൽ പറയുന്ന ഓരോ വാക്കുകളെയും ഹൃദയം കൊണ്ട് സ്വീകരിച്ച് യേശുവിനെ ആരാധിച്ചാൽ അവിടെ അത്ഭുതമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം
കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിത നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ, വലിയ അഭിഷേകങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വലിയ വിടുതലുകൾ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ദൈവാത്മാഭിഷേകത്തിന് വേണ്ടി ഓരോ മകനും മകൾ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിനക്ക് വിശ്വാസമുള്ള സ്ഥിതിയായിരിക്കാം, വിശ്വാസം ഇല്ലാത്ത അവസ്ഥയായിരിക്കാം, ഉണർവുള്ള അവസ്ഥയായിരിക്കാം, ഉണർവില്ലാത്ത അവസ്ഥയായിരിക്കാം, പ്രാർത്ഥിക്കാൻ നല്ലൊരു മൂടുള്ള അവസ്ഥയായിരിക്കും, മൂടില്ലാത്ത അവസ്ഥയായിരിക്കാം. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവിന്റെ കൈകളിലേക്ക് കൊടുത്ത്, പരിശുദ്ധാത്മാവേ, വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പോലെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, വാഗ്ദാനം ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ വർഷിക്കണം, കുഞ്ഞുങ്ങളിലേക്ക് ആത്മാവിനെ ആത്മാവിനെ വർഷിക്കണം, വിശ്വാസം കുറഞ്ഞു പോയവരിലേക്ക് ആത്മാവിനെ വർഷിക്കണം, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരിലേക്ക് ആത്മാവിനെ വർഷിക്കണം, സ്നേഹം മങ്ങിപ്പോയവരിലേക്ക് ആത്മാവിനെ വർഷിക്കണം, വെറുപ്പിൽ വിദ്വേഷം ഇരിക്കുന്നവരിലേക്ക് ആത്മാവിനെ വർഷിക്കണം, തീഷ്ണത കുറഞ്ഞു പോയവരിലേക്ക് ആത്മാവിനെ വർഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണമേ, ജീവിത സാഹചര്യങ്ങളിലേക്ക് വ്യാപരിക്കണമേ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ, രോഗപീഠകളോട് ഇരിക്കുന്നവരിലേക്ക് വ്യാപരിക്കണമേ, ദുഃഖഭാരങ്ങളോട് ഇരിക്കുന്നവരിലേക്ക് വ്യാപരിക്കണമേ, വലിയ തകർച്ചയുടെ വേദന ഇരിക്കുന്നവരിലേക്ക് വ്യാപരിക്കണമേ, മനം തകർന്നിരിക്കുന്നവരിലേക്ക് വ്യാപരിക്കണമേ, പൈശാചിക പീഡകളാൽ ദുരിതം അനുഭവിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു, മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയൊരു തിന്മയാണ് നിഷ്പ്രയോജനമായ മുറുമുറുപ്പ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മുറുമുറുപ്പിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു വ്യക്തിയുടെ മുഖമുണ്ട്. ആ വ്യക്തി ഈ അടുത്ത കാലത്ത് അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് ഒരുപാട് അങ്ങോട്ട് വിഷമം പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇത്രമാത്രം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? ഞങ്ങൾ എത്രയോ പ്രാർത്ഥിച്ചു, ഞങ്ങൾ എത്രയോ പള്ളിയിൽ പോയി, ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഒത്തിരി ദൈവത്തെ ആരാധിച്ചതാണ്, ഞങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നുണ്ട്, എന്നിട്ടൊന്നും ഒരു ഗുണമില്ല. ഞങ്ങൾ അപ്പൻ്റെ കാലം തൊട്ട് തന്നെ ഒത്തിരി ദൈവഭക്തിയിൽ ഞങ്ങൾ വളർന്നതാണ്. കുടുംബത്തിൽ എന്നും സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു, ഒത്തിരി പേരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഒരുപാട് ആളുകളെ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും ഈ ദുരിതമാണല്ലോ. ഇവിടെ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നടക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, അവരൊക്കെ ഇത് വാണം കൊണ്ടുപോകണമല്ലേ അങ്ങ് പൊങ്ങി പൊങ്ങി പോണത്. എന്നാൽ അപ്പൻ്റെ കാലം തൊട്ട് ഇവിടെ ദൈവരാജ്യ വേല ഉണ്ടാകാൻ, ഇവിടെ പ്രാർത്ഥന ഉണ്ടാകാൻ, ഇവിടെ ബൈബിൾ വചന ശുശ്രൂഷ ഉണ്ടാകാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കിയും പ്രാർത്ഥിച്ച് നടന്ന ഞങ്ങൾക്ക് മാത്രം ഒരു മേൽഗതിയില്ല, ഞങ്ങൾക്ക് മാത്രം ഒരു ഗുണമില്ല. ഇങ്ങനെ കണ്ടമാനം പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടന്ന കയ്പെല്ലാം അങ്ങോട്ട് കൂടി എന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ കാലം മുതൽ തന്നെ പ്രാർത്ഥന വിടാത്തൊരു കുടുംബമായിരുന്നു. പള്ളിയിലെ കർമ്മങ്ങൾക്കെല്ലാം പോയിരുന്നു,
കൂടാതെ ആ ദേശത്ത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നടക്കാൻ വേണ്ടി ഈ കുടുംബം ഒരുപാട് മുൻകൈ എടുത്തിട്ടുണ്ട്, കുറേ പണവും ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെല്ലാം അപ്പൻ്റെ കാലം തൊട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നാണെങ്കിലും ഇവർക്ക് കുടുംബത്തിലൊരു മേൽഗതി ഇല്ലാത്തതിനെക്കുറിച്ച് മനസ്സിൽ ഒരു മുറുമുറുപ്പാണ്. ഈ മുറുമുറുപ്പ് ആരോടാണ്? ഈ മുറുമുറുപ്പ് ദൈവത്തോടാണ്. ഈ മുറുമുറുപ്പ് പരിശുദ്ധാത്മാവിനോടാണ്. ഈ മുറുമുറുപ്പ് ദൈവവചനത്തോടാണ്. ഈ മുറുമുറുപ്പ് ദൈവരാജ്യത്തോടാണ് മുറുമുറുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പുറപ്പെട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊന്നും കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെറുതെയാ. ഇങ്ങനത്തുള്ള വ്യർത്ഥമായ ചിന്തകൾ മനസ്സിൽ വരികയും ഒരു മുറുമുറുപ്പായി അത് കാണുന്നവരോട് പറയുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുറുമുറുപ്പ് പലവിധമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗണമാണ് ദൈവത്തിനെതിരെയുള്ള മുറുമുറുപ്പ്, ആത്മാവിനെതിരെയുള്ള മുറുമുറുപ്പ്, ദൈവരാജ്യ ശുശ്രൂഷയ്ക്കെതിരെയുള്ള മുറുമുറുപ്പ്. ഹല്ലേലൂയ. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ഞാൻ ചെലവഴിച്ചു. ഒരുപാട് കാലം ദൈവത്തിൻ്റെ വേല ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല തരത്തിലുള്ള വ്യർത്ഥതയുടെ അനുഭവങ്ങൾ വന്ന് നിറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കയ്പ് നിറഞ്ഞ അനുഭവത്തിൽ അദ്ദേഹം പറയുകയാണ്, യെശയ്യാ 49:4, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ഞാൻ ചെലവഴിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവരാജ്യ വേല ചെയ്ത് കർത്താവിന് വേണ്ടി വചനം പ്രഘോഷിച്ച് കർത്താവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ് കർത്താവിന് വേണ്ടി ഓടി നടന്ന് കർത്താവിന് വേണ്ടി ഭവനങ്ങൾ കയറിയിറങ്ങി കർത്താവിന് വേണ്ടി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ കർത്താവിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ട് ഒരു നിശ്ചിത സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ ഇതാ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മുറുമുറുപ്പ് പൊന്തി വരികയാണ്. എന്താണ് ആ മുറുമുറുപ്പ്? ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു. വ്യർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ചുമ്മാ അധ്വാനിച്ചു, ഞാൻ വെറുതെ അധ്വാനിച്ച്, ഇതെല്ലാം പാഴ്വേലയായിരുന്നു, ഇതെല്ലാം വെറും നഷ്ടക്കച്ചവടമായിരുന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, ഞാൻ എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും, നിഷ്ഫലം എന്ന് പറഞ്ഞാൽ ഫലമൊന്നും ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നിഷ്ഫലമായ എൻ്റെ ശക്തി ഞാൻ ചെലവഴിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മുറുമുറുപ്പ് പൊന്തി വരികയാണ്. ഇത് ദൈവത്തോടുള്ള മുറുമുറുപ്പാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് 1, 2, 5, 10, 100, 1000 വ്യക്തികളുടെ ഒരു കാര്യമല്ല. ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അനേകം ദൈവദാസന്മാരുടെ, അനേകം ദൈവരാജ്യ വേലക്കാരുടെ, പ്രാർത്ഥിക്കുന്നവരുടെ, ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വേദനയാണിത്. ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കുടുംബത്തിൽ എന്താ ഇങ്ങനെ? ഞാൻ ഇത്രമാത്രം ഓടിയിട്ടും ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും എൻ്റെ കുടുംബത്തിൽ മാത്രം ഒരു മേൽഗതിയില്ലല്ലോ, മറ്റുള്ളവരുടെ കുടുംബത്തിലെല്ലാം വലിയ ഉയർച്ചയാണല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഒരു ആത്മീയ വേദനയാണ്. ഇതിൻ്റെ മർമ്മം ദൈവരാജ്യപ്രകാരം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ കണ്ടുമുട്ടിയ ആ ദൈവ പൈതൽ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ കള്ളു കുടിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ചീട്ട് കളിക്കാൻ പോകുന്നില്ല, ഞങ്ങളൊരു ദുർവൃത്തിക്കും പോകുന്നില്ല, ഞങ്ങൾ മോഷ്ടിച്ചെടുക്കാൻ പോകുന്നില്ല, ഞങ്ങൾ പിടിച്ചു പറിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ പുണ്യത്തിൻ്റെ ഒരുപാട് ജീവിത രീതികൾ അവർ എൻ്റെ മുമ്പിൽ വിവരിച്ച്, അതെല്ലാം ചെയ്ത പുണ്യങ്ങളുടെ ജീവിത രീതിയാണ്. ഞാൻ ആ വിഷമം ആ രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തി തന്ന വചനമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23, 24 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ, പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും നീതിയും ന്യായവും നടത്തുന്നവനാണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്താ ഈ വചനങ്ങളിലൂടെ ദൈവം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഞാൻ ഒരുപാട് ഉപവസിക്കുന്നവനാണ്, ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നവനാണ്, എൻ്റെ കാർന്നോമാരുടെ കാലം തൊട്ട് സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല, ഞങ്ങൾ കള്ളു കുടിക്കാനോ ചീട്ട് കളിക്കാനോ പോയിട്ടില്ല
ഇതിലല്ല ഒരു ദൈവ പൈതൽ ഊറ്റം കൊള്ളേണ്ടത്. ഇത് ആർക്കും അഭിമാനം നൽകുന്നൊരു വിഷയമായി, അല്ലെങ്കിൽ ഇത് ബലം പിടിച്ച് ഇതിൻ്റെ ബലത്തിൽ ദൈവത്തോട് കയർക്കാൻ പോകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, പുണ്യമുള്ളവൻ തൻ്റെ പുണ്യത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവൻ തൻ്റെ പ്രാർത്ഥനയുടെ ചരിത്രത്തെ ഓർത്ത് ബലം കൊള്ളാതിരിക്കട്ടെ. അത് ദൈവവചന വിപരീതമായ ഒരു ജീവിത രീതിയാണ്. എഴുതപ്പെട്ട വചനത്തിന് എതിരായ ജീവിത രീതിയാണ് നമ്മുടെ ജീവിതത്തിലെയും നമ്മുടെ കാർന്നോമാരുടെ ജീവിതത്തിലെയും പുണ്യമാർഗങ്ങളെക്കുറിച്ച് ഊറ്റം കൊണ്ടുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുക, ദൈവത്തോട് കയർക്കുക, ദൈവത്തിൻ്റെ സന്നിധി പോയി മുറുമുറുക്കുക. ഇത് ദൈവവചനം നിരോധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. നീ അഭിമാനം കൊള്ളാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അഭിമാനം കൊള്ളേണ്ട വിഷയം എന്താണെന്ന് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. ഞാൻ ഭൂമിയിൽ നീതിയും ന്യായവും നടത്തുന്ന കർത്താവാണെന്ന അറിവിൽ നീ അഭിമാനം കൊള്ളുക. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അപ്പം ദൈവമായ കർത്താവ് ആനന്ദിക്കുന്ന വിഷയമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നീ ആനന്ദിക്കുക. ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു സിനഗോഗ് പണിയിച്ചിട്ടുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി പെരുന്നാൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്ത കുറേ പ്രവൃത്തികളുടെ പിൻബലത്തിൽ ദൈവത്തോട് കയർക്കാൻ വേണ്ടി ആരും മുതിരരുത്. ഈ ലോകത്തിലെ ഒരു വലിയ വിശുദ്ധനാണെന്നിരിക്കട്ടെ, ഈ ലോകത്തിൽ വലിയൊരു പുണ്യവാനാണെന്നിരിക്കട്ടെ, നീ പുണ്യത്തിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ ലോകത്തിൽ ഈ ശരീരത്തിരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പുണ്യത്തിനും നമ്മുടെ സൽപ്രവൃത്തികൾക്ക് വില എന്താണെന്ന് യെശയ്യാ 64:6 പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ജീർണ വസ്ത്രം പോലെയുമാകുന്നു. നമ്മുടെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ദൈവത്തിന് മുമ്പിൽ കൊണ്ടെന്നാൽ കക്കൂസ് കുഴി എടുത്തു കഴിച്ച തുണി എന്താണോ അതുപോലെ ഇരിക്കും. ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ പുണ്യപ്രവർത്തികൾ സൽപ്രവർത്തികൾ ജീർണ വസ്ത്രം പോലെയും ഇരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചില പുണ്യപ്രവർത്തികളെക്കുറിച്ച് ദൈവസന്നിധിയിൽ നിന്ന് കയർക്കാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം നൽകുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ആർക്കും സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാവും. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നതാണ് ഓരോ കുടുംബത്തിലും ഓരോ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. ദൈവം ചെയ്തിരിക്കുന്ന സംഗതികളുടെ നന്മ എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ സമയം വരെ കാത്തിരിക്കണം. യഥാകാലം അത് വെളിവാകും. യഥാകാലം അതിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ മാത്രമേ അതിൻ്റെ നന്മ എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ദുരിതമാണ്, ഇന്ന് പ്രയാസമാണ്, ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ഇന്നൊരു മേൽഗതിയില്ല എന്നതിനെ ഓർത്ത് മകനെ മകളെ നീ ദുഃഖിക്കരുത്. യഥാകാലം ഇതിൻ്റെ നന്മ എന്താണ്, ഇതുവഴി ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഉന്നതമായ അഭിഷേകം എന്താണ്, ഉന്നതമായ കൃപ എന്താണ്, ഉന്നതമായ ഔന്നത്യം എന്താണ് എന്ന് യഥാകാലം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൽ 18-ാം തിരുലിഖിതം, ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ വർഷിക്കുന്നത്, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് നമ്മുടെ പുണ്യപ്രവൃത്തിയുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ നീതിവിധികളുടെ യോഗ്യത കൊണ്ടോ അല്ല. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 18-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവേ ശ്രവിക്കണമേ. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ ട്രാക്ക്, ഇതാണ് യഥാർത്ഥ രീതി. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവേ ശ്രവിക്കണമേ. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൽ 18-ാമത്തെ വാക്യത്തിൽ അത്യുന്നതനായ ദൈവദാസൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്, ഈ ഭൂമിയിൽ ദൈവത്തെ മാത്രം വിചാരിച്ച് ദൈവത്തിന് മാത്രം ജീവിതം മുഴുവൻ സമർപ്പിച്ച് ദൈവകാര്യങ്ങൾ മാത്രം ഒഴുകി ദൈവത്തെ പ്രീതിപ്പെടുത്തി വിശുദ്ധമായി ജീവിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ പോലും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. ഞങ്ങളോട് കരുണ തോന്നണമേ. അവർ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴുള്ള യഥാർത്ഥ രീതി. ഒരു എളിമ,
ഒരു കൊമ്പ് കോർക്കുന്ന സ്വഭാവമല്ല ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥമായും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ പുണ്യം കൂടുന്നതനുസരിച്ച്, പ്രാർത്ഥന കൂടുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേക തരത്തിലുള്ളൊരു എളിമ, ഒരു വിധേയത്വം, ഒരു ഹൃദയത്തുറവി. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്താലും അത് ഞാൻ സന്തോഷിക്കും. ഈ ഒരു സ്ഥിരതയുടെ ഒരു അഭിഷേകമാണ് യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ എന്നിലും നിങ്ങളിൽ പ്രകടമാകുന്ന ഒരു ആത്മീയ ഫലം. ഇതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 64-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യെശയ്യാ 64-ാമത്തെ അധ്യായം, അതിൽ 5-ാമത്തെ തിരുലിഖിതം. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. 10 ദിവസമോ 10 വർഷമോ 20 വർഷമോ നീതി പ്രവർത്തിച്ചു, എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്നവരല്ല കർത്താവ് കടാക്ഷിക്കുന്നത്. അങ്ങയുടെ പാതയിൽ അങ്ങയെ കാത്തിരുന്നു കൊണ്ട് സന്തോഷത്തോടെ എൻ്റെ ദൈവം എപ്പോൾ വന്നാലും, എൻ്റെ ദൈവം എനിക്ക് എപ്പോൾ ഉത്തരം തന്നാലും ശരി, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി മാത്രം കാത്തിരിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് സന്തോഷത്തോടെ നീതി പ്രവർത്തിച്ച് ദൈവവചന മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. പ്രഭാഷകൻ 27-ാം അധ്യായം 3-ാം തിരുലിഖിതം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. 10-20 വർഷം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, ദൃഢത വേണം. എപ്പോഴും ദൈവത്തിൻ്റെ ഭക്തിയിൽ അഭിമാനം കൊള്ളണം. ഹല്ലേലൂയ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അനേകരിൽ വസിച്ചിരിക്കുന്ന, അനേകരെ ഗ്രസിച്ചിരിക്കുന്ന ഒരു തിന്മയുടെ ദുരാത്മാവാണ് കുറേ കാലം പ്രാർത്ഥിച്ചിട്ട്, കുറേ കാലം വിശുദ്ധ ജീവിതം നയിച്ചിട്ട്, കുറേ കാലം ദൈവവചനപ്രകാരം ജീവിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഇങ്ങനെയുള്ള ഒരു ദുർചിന്ത. ആ ദുരാത്മാവിനെ ഇപ്പോൾ ആട്ടിപ്പായിക്കാൻ ദൈവമക്കളെ ഹൃദയം തുറക്കുക. കണ്ണുകൾ അടയ്ക്കുന്നു. ഓരോ കുടുംബങ്ങളിൽ നിന്നും, ദൈവിക കാര്യങ്ങളിൽ നിന്നും, ദൈവഭക്തിയിൽ നിന്നും ദൈവമക്കളെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ വ്യർത്ഥതയുടെ ദുരാത്മാവിനെ, മുറുമുറുപ്പിന്റെ ദുരാത്മാവിനെ, ദൈവത്തോട് മുറുമുറുക്കുന്ന ദുരാത്മാവിനെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്, ബഹിഷ്കരിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിൽ തകരട്ടെ. കരങ്ങളോട് എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ കാലാകാലങ്ങളായി തകർത്തുകൊണ്ടിരിക്കുന്ന മുറുമുറുപ്പിന്റെയും ആ വ്യർത്ഥ ചിന്തയുടെയും ദൈവീക കാര്യങ്ങളിൽ ഇത്രയും കാലം മുമ്പോട്ട് പോയതുകൊണ്ട് എനിക്കൊരു ഗുണവും കിട്ടിയില്ലല്ലോ, ഇങ്ങനെ ദുർബലപ്പെടുത്തുന്ന എല്ലാ ദുരാത്മാക്കളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ. സാത്താനേ, നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. യേശുവിൻ്റേത് മാത്രം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ, നിലനിൽപ്പിന്റെ അഭിഷേകം നിറയട്ടെ, ദൈവഭക്തിയുടെ അഭിഷേകം നിറയട്ടെ, വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ, എല്ലാ വിപരീത ശക്തികളും വിട്ടുമാറി പോകട്ടെ, ദൈവ സ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം തിരുലിഖിതം. ആകയാൽ മനുഷ്യർ തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മ തിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ നിൽക്കേണ്ടവരാണല്ലോ. നാം ഈ ഭൂമിയിൽ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും,
ചിന്തിച്ചിരിക്കുന്ന ഓരോ ചിന്തകൾക്കും പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകൾക്കും വിലയുണ്ട്. ദൈവഭക്തി പ്രകാരമാണ് ചെയ്തതെങ്കിൽ അതിന് വിലയുണ്ട്. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് രക്ഷിതാവും കർത്താവുമായ യേശുവിനെ ഉറക്കെ വിളിച്ച് വലിയ അഭിഷേകം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, എന്നെന്നും നീ വാഴണമേ, എന്നെന്നും നീ വാഴണമേ, എന്നെന്നും നീ വാഴണമേ. ഹല്ലേലൂയ മാറനാത്ത. Come, Lord Jesus. എൻ്റെ പേര് ലാലിച്ച്. ഞാൻ ചങ്ങനാശ്ശേരി രൂപതയിൽ കുറുമ്പനാടത്ത് നിന്നും വരുന്നു. ഞാൻ വിവാഹിതനായിട്ട് 5 വർഷമായി. എനിക്കിതുവരെ കുട്ടികളൊന്നും ആയില്ല. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും ഇവർക്ക് മക്കളുണ്ടായില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എങ്ങനെ പിന്നെ ദൈവം അനുഗ്രഹിച്ചത്? എങ്ങനെയാ? ഇവിടുന്ന് ഞാൻ പല ഡോക്ടർമാരെയും കണ്ടു, ധ്യാനങ്ങൾക്കും പങ്കെടുത്തു. അവസാനം TV-യിൽ, ശാലോം TV-യിൽ അഭിഷേകാഗ്നി എന്ന പരിപാടി എൻ്റെ ചേച്ചി കാണുവാനിടയായി. ചേച്ചി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് പറയുകയും ഞങ്ങൾ അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 2010 ജനുവരിയിൽ കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി. ഇപ്പോൾ 4 മാസം ഗർഭിണിയാണ് എൻ്റെ ഭാര്യ. ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് TV-യിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഇവരുടെ ചേച്ചി വഴി അറിയാനാണ് വന്നു. അങ്ങനെ ഇവരും ഇവരുടെ ചേച്ചിയും ഇവരുടെ കുടുംബം എല്ലാം ഇവർക്ക് വേണ്ടി ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 5 വർഷങ്ങൾക്ക് ശേഷം, കല്യാണം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറനാത്ത. Come, Lord Jesus.